everyone, and Ram is here. So, today we are going to learn how to write a notice. You guys know that according to you people, how much this writing session is important. And notice writing, this is an important question. So, in the we discuss actually what is the format of notice writing. Sometimes we make mistakes. Because we don't know, we are not familiar with the proper format of the notice writing. Notice writing in the format familiar. Mistakes പറ്റുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു നോട്ടീസ് റൈറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ നോട്ടീസ് റൈറ്റിംഗ് എന്നാണ്. സോ ഇവിടെ നമുക്ക് തുടങ്ങാം. നോക്കാം, വാട്ട് ഈസ് എ നോട്ടീസ് ആക്ച്വലി. എന്താണ് ശരിക്കും പറഞ്ഞ ഒരു നോട്ടീസ്? നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് നോട്ടീസ് ബോർഡ് നോട്ടീസ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്നൊക്കെ. ആക്ച്വലി വാട്ട് ഈസ് എ നോട്ടീസ്? ദാറ്റ് വി വാണ്ട് ടു ലേൺ ഫസ്റ്റ്. നമ്മൾ അതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഡെഫിനിഷൻ ഗിവൻ ഹിയർ? നോക്കൂ, നോട്ടീസസ് ആർ മീൻസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടാർഗറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. നോട്ടീസസ് ആർ മീൻസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ വേ. നമുക്ക് ഒരു സംഗതി, നമുക്ക് എന്താ നമ്മുടെ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു the notice that we know at a particular person. Sometimes ഇത് എന്തായിരിക്കും, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം അയക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും a group of persons, ഒരു കൂട്ടം ആളുകൾക്ക് അയക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒരു ഇൻഫർമേഷൻ പാസിംഗ് ആയിരിക്കും നോട്ടീസ് എന്ന് പറയുന്നത്. Now we want to know what is the format. ഇപ്പോൾ നമ്മൾ എന്താ അറിയേണ്ടത്? ഇനി ഫോർമാറ്റ് എന്താണെന്ന് ശരിക്കും നമ്മളിവിടെ പഠിക്കേണ്ടത്. Let's see here. ഒരു നോട്ടീസ് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ അറ്റ് ദ ടോപ്പ് വാട്ട് ഷുഡ് ബി റൈറ്റ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ സെന്റർ ആയിട്ട് ഒരു നോട്ടീസ് റൈറ്റിംഗിന്റെ സെന്ററിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇഷ്യൂയിങ് അതോറിറ്റി. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? സോ ഇഷ്യൂയിങ് അതോറിറ്റി മീൻസ് ദ അതോറിറ്റി ഓർ ദ ഓർഗനൈസേഷൻ വിച്ച് ഇസ് ഗോയിങ് ടു കണ്ടക്ട് ദ പ്രോഗ്രാം. ഒരു നോട്ടീസ് നമ്മൾ എഴുതുമ്പോൾ എന്ത് പരിപാടിയെ കുറിച്ചാണ് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണോ നമ്മൾ പാസ് ചെയ്യേണ്ടത്, അത് എവിടെ വെച്ച് ആരാണ് നടത്തുന്നത്, ആ ഓർഗനൈസേഷൻ ആണ് നമ്മൾ എന്ത് പറയാ? ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയാം. If it is a school is conducting, we have to write here, suppose we can give as ABC school. Okay, അപ്പൊ ആരാണ് ആക്ച്വലി ആ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, നടത്താൻ ഉദ്ദേശിക്കുന്നത്, that organization അല്ലെങ്കിൽ that authority's name we have to write at the top. Okay, നമ്മൾ ഏറ്റവും ടോപ്പിൽ അതാണ് എന്ത് ചെയ്ത് മിഡിൽ ആയിട്ടാണ് എഴുതേണ്ടത്. We cannot write here, we cannot write at the left or right, we have to write at the center. Next, അതിന് താഴെ below that you have to write notice in capital letter. Second step it is to write the title notice. Notice എന്ന് പറയുന്ന ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ ഇതേപോലെ മിഡിൽ ആയിട്ട് നമ്മൾ എഴുതണം. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, third step, now we are going to learn the subject. അതെന്തായിരിക്കും? It should be very catchy and bold. Okay, subject ആയിരിക്കണം. Subject എന്ന് പറഞ്ഞാൽ എന്താണ്? The program which we are going to conduct. The program എന്താണോ നമ്മൾ ഈ നോട്ടീസ് റൈറ്റിംഗിൽ ഉദ്ദേശിക്കുന്ന പരിപാടി, നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി എന്താണോ, that we have to write. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് ഒരുപാട് വാരി വലിച്ച് എഴുതാൻ പാടില്ല. We should make it very short. നമ്മൾ അത് എന്ത് ചെയ്യണം? വളരെ ഷോർട്ട് ആയിട്ട് എഴുതണം. So it should be very catchy and bold. Okay, നല്ല ബോൾഡ് ആയിട്ട് എഴുതാം, അതേപോലെ catchy ആയിട്ടുള്ള നല്ല എന്ത് ചെയ്യുക ടൈറ്റിൽ നിങ്ങൾ കൊടുക്കാം. നെക്സ്റ്റ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് നോട്ടീസ്. എന്താണ് ആക്ച്വലി ബോഡി ഓഫ് ദ നോട്ടീസ്? എന്താണ് നമ്മൾ ഒരു നോട്ടീസ് റൈറ്റിംഗിന്റെ ബോഡിയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റീസൺ ഫോർ റൈറ്റിംഗ് ദ നോട്ടീസ്. ആക്ച്വലി വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ നോട്ടീസ് റൈറ്റിംഗ്? എന്തിനാണ് ശരിക്കും നമ്മൾ ഈ നോട്ടീസ് റൈറ്റിംഗ് എഴുതുന്നത്? എന്ത് പ്രോഗ്രാം ആണ് നമ്മൾ നടത്താൻ പോകുന്നത്? അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യുക. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് റെലവന്റ് ഇവന്റ് ആൻഡ് ഒക്കേഷൻ ഇൻഫർമേഷൻ. എന്താണോ ആ പ്രോഗ്രാമിന്റെ ഒരു ആവശ്യകത, that need of that program, need of that function, need of that എന്താണ് നോട്ടീസ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം? നമ്മൾ അതും മെൻഷൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, info about date, time, venue. This is very important. ഓക്കെ, നമ്മുടെ മാർക്കിംഗ് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ നോട്ടീസിൽ ശരിക്കും എന്ത് വ്യക്തമാക്കിയിട്ട് എഴുതണം? എപ്പോഴാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, എവിടെ വെച്ചിട്ടാണ്, ഫ്രം വേ, അറ്റ് വാട്ട് ടൈം, ഓൺ വെൻ, ഏത് ദിവസം, എവിടെ വെച്ച്, ഏത് സമയത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. സോ ഇൻഫോ അബൌട്ട് ഡേറ്റ്,
time, venue. This is very, very, very important. Okay. എവിടെ വെച്ച് എങ്ങനെ ഏത് സമയത്ത് ഈ പരിപാടികൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വൺ ഇൻവിറ്റേഷൻ ആണ്. ആക്ച്വലി നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് അറിയിക്കാനായിരിക്കും. ആൻഡ് വി നീഡ് ടു ഇൻവൈറ്റ്, വി വാണ്ട് ടു ഇൻവൈറ്റ് ദ ഓഡിയൻസ്, വി വാണ്ട് ടു ഇൻവൈറ്റ് ദ സ്റ്റുഡന്റ്, വി വാണ്ട് ടു ഇൻവൈറ്റ് ദ മെമ്പേഴ്സ് അല്ലെ. നമ്മൾ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വരും. അപ്പൊ അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക? എന്ത് പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്, എവിടെ വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്, അറ്റ് വാട്ട് ടൈം വി ആർ ഗോയിങ് ടു കണ്ടക്ട്, ഫ്രം വേർ വി ആർ ഗോയിങ് ടു കണ്ടക്ട്, ഇതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു ഇൻവൈറ്റ് ദ പീപ്പിൾ. നമ്മൾ അവസാനം എന്ത് ചെയ്യണം? വി ഷുഡ് ഇൻവൈറ്റ് ദ ഓഡിയൻസ്, വി ഷുഡ് ഇൻവൈറ്റ് ദ പീപ്പിൾ. നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ ക്ഷണിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴായിട്ട് നമ്മൾ എന്ത് ഇൻവിറ്റേഷൻ പാർട്ട് എന്ത് ചെയ്യും? മക്കൾ മറന്നു പോകും. നോട്ടീസ് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ അവസാനം എന്താണ്? വി ആർ വെൽക്കമിങ് അല്ലെങ്കിൽ എന്താണ്? വി വെൽക്കം യു ഓൾ എന്നുള്ള ആ ഒരു ഭാഗം, ദറ്റ് ഇൻവിറ്റേഷൻ പാർട്ട് എന്താണ്? മെജോറിറ്റി കുട്ടികൾ എന്ത് ചെയ്യും? വിട്ടുപോകും. അത് വിടാൻ പാടില്ല. സോ ഇൻവിറ്റേഷൻ ഇസ് വെരി മസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ, സൈൻ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ ഇഷ്യൂവർ അറ്റ് ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ. അടുത്തത് എന്താണ്? ദ പേഴ്സൺ ഹു ഈസ് അസൈൻഡ് ടു പ്രിപ്പയർ ദ നോട്ടീസ്. ഓക്കെ, ആരാണ് ഈ നോട്ടീസ് റൈറ്റിംഗ്, ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ അസൈൻ ചെയ്ത ആള്, അതിന് ടാസ്ക് ചെയ്ത ആള്, സ്കെഡ്യൂൾ ചെയ്ത ആള്, ആ ആളുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ, വാട്ട് ഇസ് എ പൊസിഷൻ, അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്നാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അല്ല, ഓൺ വിച്ച് ഡേ, നമ്മൾ എന്നാണോ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ദിവസം എന്ത് ചെയ്യുക? നമ്മൾ ലാസ്റ്റ് താഴെ ലെഫ്റ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുക ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ദ നോട്ടീസ്. ഓക്കെ, സംടൈംസ് ചില പ്രോഗ്രാമിൽ ചില നോട്ടീസസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡേറ്റ് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഡേറ്റ് ചിലപ്പോൾ ഇതേപോലെ മേലെ കാണിക്കാറുണ്ട്. ഡസന്റ് മാറ്റർ. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയപ്പോഴും ചില സ്കൂൾസിൽ നോട്ടീസ് പഠിക്കുമ്പോൾ ചില വേരിയേഷൻസ് ഉണ്ടാകാം. അതേപോലെ ആയിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ. പക്ഷെ ദിസ് ഇസ് ദ ആക്ച്വൽ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ഡേറ്റ് ചിലപ്പോൾ എന്താണ് ഇതിന്റെ മേലെ വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കേണ്ട? നമ്മുടെ ഫോർമാറ്റ് റോങ്, ഇറ്റ് ഡസന്റ് മാറ്റർ, അങ്ങനെയല്ല അത്. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ വേരിയേഷൻസ് എന്താണ്? പല സ്കൂൾസിൽ പല ബുക്സ് ഫോളോ ചെയ്യുന്ന രീതിയിൽ ആ വേരിയേഷൻസ് കാണാം. ബട്ട് ദിസ് ഇസ് എൻ ആക്ച്വൽ എന്താണ്? ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് 100% കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം? യു ക്യാൻ ഫോളോ ദിസ് ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് നോട്ടീസ് റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾ എവിടെയാണ് വാട്ട് ടു റൈറ്റ് അറ്റ് ദ മിഡിൽ, എന്താണ് മിഡിൽ എഴുതേണ്ടത്, അതിനുശേഷം വാട്ട് ടു റൈറ്റ് ദ ലെഫ്റ്റ്, അല്ലെങ്കിൽ എന്താണ് റൈറ്റ്, ഇടത് ഭാഗത്തും വലത് ഭാഗത്തും എന്താണ് എഴുതാനുള്ളത്, ഹൗ ടു സ്റ്റാർട്ട് എ നോട്ടീസ് റൈറ്റിംഗ്, എങ്ങനെയാണ് നോട്ടീസ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഹൂ ഷുഡ് റൈറ്റ് ദ നോട്ടീസ്, ആരാണ് നോട്ടീസ് എഴുതുന്നെങ്കിൽ, വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് റൈറ്റിംഗ് ഇൻ നോട്ടീസ്, എന്താണ് ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഇസ് വെരി ക്ലിയർ ടു യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വി സ്റ്റോപ്പ് ഹിയർ. ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ലെറ്റർ ആണ്. ലെറ്റർ നിങ്ങൾക്കറിയാം, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ്. അതെ, അതിൽ ഫോർമൽ ലെറ്റേഴ്സിൽ മോസ്റ്റ്ലി നിങ്ങളെ സംബന്ധിച്ച് വരുന്നത് എപ്പോഴും എന്താണ്? ഒരു കംപ്ലൈന്റ് ലെറ്റർ ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വി ആർ ഗോയിങ് ടു മീറ്റ് വിത്ത് ദാറ്റ്. ഓക്കെ, ഹൗ ടു റൈറ്റ് എ കംപ്ലൈന്റ് ലെറ്റർ എന്നുള്ളത് എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ വി വിൽ ലേൺ ടുഗദർ. Till that, you all take care. It's me, Anvara from Xylem Learning.